ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാൾ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും നീച്ച് കുളിച്ച് മാറ്റിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നീക്കാൻ ലേറ്റായി, 6:15 വന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വിളിച്ചേക്കാൻ എല്ലാവരും നീച്ചിക്കണം, പിന്നെ എല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളിതൊക്കെ ഒന്ന് സുബൈക്കിടയിൽ രണ്ടാമത് ചെറുതായിട്ട് നൂടി കിടന്ന്. അപ്പൊ ലേശം വൈകിക്കണ്. അപ്പൊ പത്തിരൊക്കെ ഉറക്കൊഴിച്ചുണ്ടാക്കിയാണ് മാളോ. രണ്ടാമത് ആ സോഫി കിടന്ന് നല്ല രണ്ടാമത് ഉറങ്ങിയതാ പേച്ചത്. പക്ഷെ അടിപൊളിയാണ് കേട്ടാ. ബിസ്മില്ലാ. അപ്പൊ പൊന്നുതാ പൊളിച്ച് കിട്ട. അപ്രാവശ്യം പെരുന്നാൾ പൊന്നുന്നെ കൊണ്ടുപോയിക്കണേ. ഇതാ സൂപ്പർ പക്കി അട്ടിയാണ് കണ്ടിരുന്നില്ല. ചെരുപ്പ് ഇവിടെ ഇവിടെ വെച്ചിട്ട് കാണുന്നത്. ആ ടെൻഷനിലാണ് ആള്. നോക്കട്ടെ അടിവാക്കം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പറല്ല ചെരുപ്പ് നമുക്ക് കണ്ടുപിടിച്ചോട്ടാ. പിന്നെ മോനുദാ അബായ അല്ല എന്താ അബായ സോറി കന്തൂറാണ്. കന്തൂറ തലയിക്കെട്ടാണ്. ഓക്കെ എപ്പോഴും പേര് മാറുന്നാണ്. ഓക്കെ ഞാൻ ഇന്നലെ സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത്. എങ്ങനെയുണ്ട് പറയട്ടാ. പൊളിച്ചിക്കണെന്ന് പറയും. ഞാനത് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചതേന്ന്. ഇപ്പൊ ഇതിന്റെ അരച്ച പേരാണ് ഷാജി ബാപ്പൻ. നല്ല രസമുണ്ടല്ലേ. ഇതെന്റെ ബർത്ത്ഡേക്ക് തരാൻ വെച്ചേന്ന് ഞാൻ. പക്ഷെ ഇത് ഫസ്റ്റ് തന്നെ കൊടുത്ത്. കുട്ടിമ്മ കാറൊക്കെ റെഡിയാക്കുന്നുണ്ട്. അവായിട്ടാളോടെ എന്താണ് നിങ്ങളിങ്ങനെ? ആ അപ്പൊ അതെല്ലാരും ഇറങ്ങി. ഒരാള് കുറവുണ്ട്, കുഞ്ഞനു. ചെരുപ്പിട്ടൂട് മുത്തുമണി, ചെരുപ്പിട്ടൂട്. സാരില്ല, ഇപ്പൊ പൊന്നൂന്റെ ചെരുപ്പ് കാണാനില്ല. പോയ സാധനം തിരിച്ചു കിട്ടി. ഇട്ടിട്ട് ഓരോരുത്തരെ കയറിക്കൊളി. പാവം നമ്മളെ കുഞ്ഞനുല്ലേ. ആ ഒരാളെയും കൂടി കുറവുണ്ട് അതില്. പെരുന്നാൾക്ക് എല്ലാരും കൂടി പോണല്ലേ. മമ്മോട് പറഞ്ഞ വാലേക്കും അസ്സലാം. കേരിക്കോ വാലേക്കും അസ്സലാം. ഞങ്ങൾ പെരുന്നാൾ കുത്തബക്ക് ഇതാ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ഓക്കെ, പള്ളി എത്താനായിട്ടുണ്ട്. ഇല്ല, കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ കുത്തബൊക്കെ കഴിഞ്ഞ് ലേശം നേരം വൈകുന്നു പള്ളിക്കൊക്കെ പോകാൻ. അപ്പോൾ 2-3 ഖബർ സിയാറത്തുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവതാ വലിയ പെങ്ങളെ വീട് ഇവിടെ കല്ലുവെട്ടുപാറയാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നേരെ അങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ നല്ല കുണ്ടാണല്ലേ. അതേ അവിടെ തുറന്നത്. ഇവിടെ എത്തിയാൽ പോരാ തൽക്കാലം. അപ്പം ഇതാണ് വലിയ പെങ്ങളെ വീട് കേട്ടോ. ഇവിടെ നിന്ന് കയറിയിട്ട് പോവാം. അപ്പം ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരൊന്നും കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടില്ല. ഡ്രസ്സൊന്നും പുതിയത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുഞ്ഞിപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ പോവാം കേട്ടോ. ഇനി നമുക്കിവിടെ ചെറുസോലപ്പള്ളിയിൽ ഖബർ സിയാറത്ത് ചെയ്യാണ്ട് മാളുവിൻ്റെ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും കഴിഞ്ഞിട്ട്
എൻ്റെ ഉപ്പാൻ്റെ കബർ പോകണ്ട, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും ഈ ചെറിയ പെരുന്നാളായിക്കോട്ടെ വലിയ പെരുന്നാളായിക്കോട്ടെ ഇവിടെയൊക്കെ വലിയ അളിയങ്ങനെ കബറിങ്ങ കല്ലോട്ടുപാറ കബറങ്ങൽ വന്നിട്ട് പെങ്ങളടുത്ത് വന്ന് ചായ കുടിച്ചിട്ടാണ് പോക്ക്. അത് കൊല്ലും അതേപോലെ തന്നെ ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ ഇനി അടുത്ത് ഇങ്ങനെ ചെറുശോലപ്പള്ളിക്ക് പോവുകയാണ്. അവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്യാൻ പോവാണ്. ഓക്കെ. പൊന്നോടെ ഇത് കാണാനില്ല. പൊന്നോ പതിയെ നോക്കട്ടെ. ഇതാ ആൾ നടന്ന് പങ്കിക്കണേ അല്ലേ. ഞങ്ങൾ ഇതാ പൊന്നുമോനിതാ അതൊക്കെ ചെറുശോലപ്പള്ളിയിലാട്ടാ. ഈ പള്ളി കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ലേ? അവിടെ വുളുഹ അറവ് നടക്കുകയാണ് അല്ലേ. മാഷാ അല്ലാഹ് വുളുഹ അറവ് നടക്കുകയാണ് അവിടെ കേട്ടോ ചെറുശോല പള്ളിയിൽ. ഇനിയും ഇവിടെ കാളകൾ ഇറക്കാണ്ടിട്ടാ അതുണ്ടല്ലേ നിങ്ങൾ. പാവല്ലേ, അള്ളാൻ്റെ വിധിയാണ്. പക്ഷേ എന്താ ചെയ്യുക, തട്ടിക്കളയാൻ പറ്റുമല്ലോ. 2 8 എങ്ങാനുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. ബാക്കിയൊക്കെ അതവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അവരുടെ സമയത്തിന് വേണ്ടിയിട്ട്. പത്തനണ്ടാ പാവാണല്ലേ. പാവാടാ. അപ്പോൾ ഇവരൊക്കെ ഇവരെ സമയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ 3-4 അറുത്തിക്കണ് 8 ഉണ്ട് എന്നൊക്കെ പറയണേ. ഏതായാലും ഇപ്പോൾ വൈകാതെ അവരെ കൊണ്ടുപോകും. പാവം നല്ല സ്നേഹമുള്ള ഐറ്റംസുകളാട്ടാ. എന്താ ചെയ്യാ, അങ്ങനെ ആയിപ്പോയി. നല്ല കുട്ടിയുണ്ടാ, സാരം ചേട്ടാ, പാവം കുട്ടാപ്പൂട്ടാ. കുഞ്ഞു നല്ല കുട്ടാപ്പൂല്ലേ. ഇനി ഉപ്പാൻ്റെ കബറങ്ങളും കൂടി പോകാൻ പോവാണ്. കുറുക ജുമാ മസ്ജിദിൻ്റെ കബർസ്ഥാനിലുള്ളത്. ഉപ്പാൻ്റെ കബറപ്പ് ഇങ്ങനെ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടാ. ഇവിടുന്ന് ഒക്കെ എല്ലാവരും ഒഴിഞ്ഞ് പോയില്ലേ, എനിക്കൊക്കെ കുഞ്ഞ്. അപ്പം നീണ്ട് നിവർന്ന് നിൽക്കുന്ന നല്ല അടിപൊളി പള്ളിയുണ്ട്. നമ്മളെ പുതുക്കി പണിഞ്ഞപ്പോൾ നമ്മളെ കുറുക ജുമാ മസ്ജിദ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളേതായാലും പോയിട്ട് വരട്ടാ. ഇവിടുത്തെ പോരാ ഇപ്പോള്. വരി ഞാൻ ദ്വാരക്കാളിൽ വേഗം മുമ്പിലെടുക്കുക. മോനോ മോനോ. അതെ. അപ്പം ഞങ്ങളിതാ എല്ലാ ഖബർസ്ഥാനിലൊക്കെ പോയി ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തി തുടങ്ങി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടാ. ഇനി വീട്ടിൽ ചെന്ന് സാവകാശം ഇനിയിപ്പോൾ ആരൊക്കെ വരാനുള്ളതെന്നൊക്കെ നോക്കുക. വരവും പോക്കും വരുന്നും കാര്യമൊക്കെ ഏതായാലും നോക്കുക. അപ്പം മാറുന്ന ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിരിക്കണേ. ചെമ്പ് വെച്ചിട്ട് ബിരിയാണിക്കല്ലേ. അപ്പം നമുക്ക് ബിരിയാണിക്കുള്ള ബിരിയാണിക്ക് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. അപ്പോൾ ചിക്കൻ ഫ്രൈ അടിപൊളി ചിക്കൻ ഫ്രൈ അല്ലേ. മണം തന്നെ കേട്ടാൽ മതി. നല്ല ഓണിയൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി കേട്ടാണ്. ഓണിയം ഇത് ബാക്കി നമുക്ക് സുർക്ക ഉണ്ടാക്കാൻ സുർക്കയും ഉള്ളിയും കൂടി എന്താ ചിക്കൻ ഇവിടെ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള മസാല ഇതിലല്ലേ പാടോ ഫ്രഷ് ആയിട്ടില്ല, മുണ്ടിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളയാം. മൈല ചോന്നത് കണ്ടില്ല. അപ്പോൾ പിന്നെ ഇത് മാളുവിൻ്റെ ഫേവറേറ്റ് ആണ് പായസം. എപ്പോഴും കുടിച്ചൂടെ, നോ പ്രോബ്ലം. അതാണ് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെന്താ അരി തിളപ്പിച്ചിരുന്നല്ലോ, 2 അടുപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അരി റെഡിയാക്കാണ്ട്
ഓക്കെ ബാക്കിയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെന്താ ഐറ്റംസ് മോളോ? ഇത് ലേശം ഗോതമ്പ് നുറുക്കിന്റെ പായസം. അപ്പോൾ ഇത് ഉമ്മ സാധാ നമ്മുടെ പാലുണ്ടാക്കി കഴിക്കൂല. പാലിന്റെ ടേസ്റ്റ് പറ്റൂല. അപ്പോൾ തേങ്ങാപ്പാലും പിന്നെന്തൊക്കെ? തേങ്ങാപ്പാലും സാധാ പായസം. ഗോതമ്പ് നുറുക്ക്, തേങ്ങാപ്പാല് നല്ല അടിപൊളിയാണ്. ഇതിന് മുമ്പൊക്കെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മളെല്ലാം പായസം കുടിക്കുമ്പോ ഉമ്മ കുടിക്കാതിരിക്കണ്ടെന്നുള്ളവർക്ക് ഉണ്ടാക്കണം അല്ലേ? നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ട് അടിപൊളി നമ്മള് പായസം കുടിച്ച ഉമ്മ അങ്ങനെ പായസം ഉമ്മ ഇഷ്ടമാണ് പായസം. പക്ഷെ ഇഷ്ടമാണ്. ഇത് പാലിന്റെ ചോയ്സ് നല്ല സാധനം ഒന്നും പറ്റൂല, നല്ല ഒന്നും പറ്റൂല. പാല് പറ്റൂല, ആട് പറ്റൂല, ഇറച്ചി. അപ്പൊ ബിരിയാണി ബിരിയാണി ഞാനാണ് ദമ്മിടുന്നത്. ഇത് അങ്ങോട്ട് നോക്കണം. ഇത് കാണിച്ചു കൊടുത്താ ബീഫ് ഇട്ട് ഇന്നലെയും ഉണ്ടായിട്ടില്ല. ഇജ്ജ് പറയും പോലെ ഇജ്ജ് മേലെ കുറച്ച് ഗാർണിഷിന് വേണം. മതി. അപ്പൊ അതിട്ട് കുറച്ച് ചോറിട്ടാളി. കുറച്ച് ചോറ് മേലെ ഫുള്ള് ഇടണി ഞങ്ങള് അഞ്ച് പറയും പോലെ ഫുള്ള് ഇടണ്ട. 1 കിലോനല്ലേ? ഒരു നായി ഏറെ നിങ്ങളല്ലേ പറഞ്ഞ ഏറുണ്ടാവുന്ന്. പായസം കിട്ടിയില്ലേ? ഞാനാണ് കൊടുത്തു എനിക്ക്. ഇജ്ജ് വേണ്ട പിന്നെ വേണോ? പിന്നെ ഇതിലിഞ്ഞി ഇടുന്ന നോക്കാം. കണ്ടൊരു ഐഡിയ ഉണ്ടാവല്ലോ. മസാല കുറവാണ്. അതാണ് പോരാ. മതി. ആ ചോറോടെ വെച്ചാളി. ഈ ചോറ് എടുത്തേക്കാണ്. പിന്നെ മേലെ ഒന്നും കൂടി ഗാർണിഷ് ചെയ്യാം. മല്ലിയില ഇട്ടില്ലേ? അതൊക്കെ കൂടി തളേന്റെ മേലെ മേലക്കാണ് ആവശ്യം. ഇറച്ചാണ് വേഷം മല്ലിയാലിന്റെ മേലെ കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഇനി എന്താ ആവശ്യം? അപ്പൊ എങ്ങനെയുണ്ട് ഗാർണിഷ് ഉണ്ടാക്കിയത് മാറുവാണെങ്കിലും ഗാർണിഷ് എങ്ങനെ പറയണ്ടേ? കുറച്ച് വേണം പ്ലീസ്. എന്തിനാണ് ആവശ്യമില്ല. വളമ്പുമ്പോ അതിന് മേലെ ചെയ്യണം. അത് കുറച്ച് ആർക്കേജ് കുറച്ചിടാ. പായസത്തിൽ കുറച്ച് ഒഴിക്കണം. ഓവർ ഇടുന്ന ഈ ഓവർ ഒഴിക്കണം എന്നൊന്നുമില്ല. മതി മതി മതി. പായസത്തിൽ മതി മതി. കുറച്ചുകൂടി വെച്ചാളി. മതി മതി മതി. പായസമൊക്കെ കുടിച്ചോളൂ. ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഞാൻ തേങ്ങ വറക്കാനും മഴ പായസം കാലിയായി. ഇതിന്റെ എത്രക്കുണ്ട് കുടിച്ചില്ലെന്നെ ഇന്ന് പണിതാ. ഷുഗർ ഒന്നും നോക്കാതെ നല്ല പായസം കുടിച്ച്. എന്നാ നിങ്ങൾ കുടിച്ചില്ലേ? എന്റെ പായസം തിളക്കുന്നുണ്ട്. 2ാം പാലും ആ കുപ്പി മറി ആ ഗ്യാസിന്റെ അടുപ്പ് ആടിക്കൊണ്ടാണ്. അപ്പൊ ബിരിയാണി ദമ്മിട്ടുണ്ട്. ബിരിയാണി ദമ്മിട്ട് ബിരിയാണി അടിപൊളി ബിരിയാണി. അടുക്കള ഫുൾ കച്ചറയാണ്. അടുക്കള ഫുൾ കച്ചറയാണ്. അടുത്ത പായസം കൂടി റെഡി ആയി. പിന്നെ നമ്മള് കഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട് അത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇവിടെ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ആ മസാല ഉണ്ടാക്കിയ ചട്ടിയിൽ മസാല അടി ചെറിയ കുറച്ച് റൈസ് ഇട്ടിട്ട് ഓക്കെ. പക്ഷെ ആ കരിഞ്ഞിട്ട് ചെറിയ ഇതുണ്ട്. അടിയില് ബീഫ് കരിഞ്ഞീണ്. കരിയല്ല അങ്ങോട്ട് അടി പറ്റിക്കണ്. അപ്പൊ ബിരിയാണി ദമ്മോട്ടിക്കാൻ പോവാണ് ട്ടാ. പിന്നെ പൊന്നു ചോറിനാണ് വിശന്നിരിക്കാണ്. അല്ലമ്മ നിങ്ങൾ ചോറുന്നാ? ഉമ്മനെ മാക്സ് ചെയ്താട്ടാ. നമ്മൾ ഇന്നലെ കാണിച്ചെന്നില്ല. ഉമ്മനെ മാക്സ് ചെയ്താണ്. മുണ്ടൊന്നും റെഡിയാക്കാണ്ട് മക്കന. പായസം കുടിച്ചാ? പൊന്നിനോടുത്തില്ല പായസം. മട്ടനല്ലേ മട്ടൻ. പതിവ് പോലെ ബിരിയാണി ഞാനാണ് വിളമ്പുന്നത്.
മാള് ചെറിയ റെസ്റ്റിലാണ്. റെസ്റ്റ് എന്റെ കാലുവലി വേദന ആയിട്ട് ബിരിയാണി അല്ല കുറച്ചല്ല ചോറ് കുറച്ച് മാറ്റി എല്ലാം മണുണ്ട്. അതേട്ടാ. അപ്പൊ ബിരിയാണി കണ്ടിട്ട് ഞങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നാടൻ ആ വേറെ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഐറ്റംസുകള്. ഫോട്ടോ എടുത്തല്ലോ. മക്ക് കുട്ടൻ ബിരിയാണി പറ്റൂല, ചിക്കൻ ഫ്രൈ ഇത്ര തോന്നെ സുക്ക് വെച്ചിക്കണ കുറച്ചൊഴിക്കുള്ളൂ. എന്നാ തിന്നൂടെ ചോറ് വേണ്ട. സെറ്റാണ് ടേസ്റ്റിന്റെ കാര്യം. കമ്പനിക്കാരെ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞില്ലേ ഇവിടെ നിങ്ങളാരും ഇല്ലാത്ത കുഞ്ഞിനെ എന്താണ് എന്നോട് ഞാൻ എടാ ചോറിന്നിട്ട് പോടാണ്. ആ കമ്പനിക്കാരൻ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കമ്പനിക്കാർ ആൾക്കാരാണ്. എനിക്ക് പണ്ടത്തെ കാലത്ത് ഈ റെപ്രസെന്റേറ്റീവ് എന്ന് പറയും ഓരോ കമ്പനിന്റെ. അവര് വരുമ്പോ അവര് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയുള്ള കമ്പനിക്കാരാവും. ഒക്കെ മനസ്സിലായി കൂട്ടുകാരന്മാരെ കൊണ്ട് എവിടുന്ന് അത് കമ്പനിക്കാരെടുത്ത് ഏത് കമ്പനിയെന്നാവല്ലേ. അപ്പോ ഉമ്മക്ക് ഭക്ഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഉമ്മ ഇവിടെ ഇരിക്കും ഞങ്ങളുടെ കൂടെ പെരുന്നാൾക്ക് ഭക്ഷണം കേൾക്കാണ്. അതെ ആ മാമൂലിന് വേണ്ടിട്ട് ഉമ്മ ഇവിടെ ഇരുന്നാണ്. ഇന്നാൾ തിന്നാ ആയിരിക്കല്ലോ ചോറുന്നാ. പായസം കുടിച്ചോണ്ട് തീരെ വേണ്ടിയില്ല. അപ്പൊ ഉമ്മ പായസം കുടിച്ചുകൊണ്ട് പൊതുവെ ആള് ഭക്ഷണം കഴിക്കാൻ ബാക്കിക്കാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കണില്ല. അപ്പൊ പിന്നെ ഏതായാലും പെരുന്നാളല്ലേ ആണ്ടർദില്ലേ ഒരു പൂരി എന്നതാണ് രാവിലെ. ഞാനും പൈനാ പണിയുണ്ടാവും. ഇന്ന് രാവിലെ പൂരി ചെയ്യുന്നേ. ആട് ബീഫിനെക്കാളും ടേസ്റ്റ് ആണോ എന്ന് വെച്ചു മോനോ. ആട് വാങ്ങാം. ആടിന് 1 കിലോന് 650 റുപ്യാണോ? ആടിന് 1 കിലോന് 650 റുപ്യല്ലേ? 650 അത് 700. പൊന്നെന്താ കഴിക്കാത്ത? ചോറിനെ മുന്നേ 1 ഗ്ലാസ് വെള്ളം കുടിച്ചാ റെഡിയോ കുടിച്ചാ. ആ വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞിട്ട് ചൂടായിക്കൂടാ. എന്തോ പ്രശ്നം ഭക്ഷണം എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയത്? സൂപ്പർ അല്ലേ? മോനോ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ ബിരിയാണി ഏത് ചിക്കനോ? വെന്തില്ല. അത് നുള്ളണ്ട കടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഞാൻ എടുക്കാൻ പോകുന്ന ഭക്ഷണം ചിക്കന്. അപ്പോ സൂപ്പർ പഗ്ഗിയായിട്ട് പൊളിച്ചാളത വീണ്ടും നല്ല എത്താൻ പറ്റ സ്റ്റൈലിൽ വന്നിക്കണ്. எப்படி இருக்கீங்க? நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி இல்ல ഡയലോഗ് എന്റെ പൊന്നെ. അവ ഇപ്രാവശ്യത്തെ പെരുന്നാൾ മക്കളെ നമ്മുടെ പൊന്നൊന്നെ കൊണ്ടുപോയി ഇവിടെ അവരൊരാക്കൊന്നും വിട്ടു തരൂലെന്ന് പറഞ്ഞിട്ട് തകർത്ത് കളഞ്ഞ്. ഇപ്പൊ വേറെ സംഭവം കാണിച്ചെടുക്കണ ഡിസൈൻ ചെയ്താണേ. ഡിസൈൻ ചെയ്താണ്. ബുള്ളറ്റ് മോഡലാണ്. ബുള്ളറ്റ് ഇവിടെ ഡിസൈൻ ചെയ്താണ്. ഇത് ബുള്ളറ്റ് മോഡലാണ്. ഈ പ്രായത്തില് ഇവിടെ കഷണ്ടിയായി. ഈ പ്രായത്തിൽ എല്ലാവരും ചെയ്യുന്ന ഡിസൈനാണ്. പിന്നെ മാവിന് മാക്സി ഉണ്ട് നിങ്ങള് ഇല്ല ഈ പ്രായത്തിൽ എല്ലാവരും ചെയ്യണം. മോന് പണ്ട് ഡിസൈൻ ചെയ്ത് ഓർമ്മയുണ്ട്. നിങ്ങളെ സേവിസ് കണ്ടു പഠിച്ചു. നല്ല രസമുണ്ട്. മോന് ആ ഫോട്ടോ എപ്പോഴും എന്റെ അടുത്തുണ്ട്. അതെ മൈലാഞ്ചി മൈലാഞ്ചിക്ക് അടിപൊളി ചോന്നിട്ടുണ്ട്. ചോന്നു. പിന്നെ ഓക്കെ കരിവുള്ള കയ്യാലല്ലേ വിളിച്ചത്. ഇതിട്ട് കണ്ടതാ ആ മറ്റേ നോക്കി അതല്ല അതിട്ട് കണ്ടതാ ഈ മൈലാഞ്ചി നോക്കി നല്ല ചോദിച്ചു. കൂടുതൽ ചോന്നത്. ഓക്കെ അപ്പോ മൈ ഫേവറേറ്റ് ഇത് വള
ഇതിന് ചെറുപ്പം മുതലേ ഉള്ളൊരു മൈ ഫേവറേറ്റ്. ഈ വള മാത്രല്ല ഇത് മൊത്തം. മൈ ഫേവറേറ്റ് മൈ ഫേവറേറ്റ് മൈ ഫേവറേറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാല് പിന്നെന്താ? അപ്പോ പെരുന്നാളിന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ബിരിയാണിന്ന് ആട് ബിരിയാണിനെ കടത്തി വിടണ ആദ്യം കുട്ടൻ ബിരിയാണിന്ന്. പിന്നെന്താ ടേസ്റ്റ്? ഞാൻ ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ടില്ല, ബിരിയാണി മാത്രം തിന്നാണ്. ചിക്കൻ ഫ്രൈ മറന്ന് ചിക്കനെ ഒന്നുകൊന്നും വെച്ചാ ചിക്കൻ പോണതാ. മുബാറക് ഈദ് മുബാറക്. ചിക്കൻ ഒന്നുകൊന്ന് മെച്ച. മുത്തുവിന്റെ വണ്ടി കാണിച്ചു തരട്ടതാ. മുത്തും ഓന്റെ ഫ്രണ്ടും കൂടി പാടുന്ന ഒരു വണ്ടിയാണിത്. ഓന്റെ ഒരു ആഗ്രഹമാണിത്. നല്ല ചൂടില്ലേ? ആ പൊന്നോ, ആ വണ്ടിന്റെ കട്ടച്ചിന് എന്താ നോക്കാം. അയ്യവാ പൊളിച്ച് ആ ചളിയൊന്നും ആയിട്ടില്ല. ഈ വണ്ടി ബാക്ക് വെക്കുമ്പോ വരും. ആ ചെരുപ്പിന്റെ ഒരു അവസ്ഥ പാവാണ്. മൂന്നാ കണി അപ്പോ ഇവിടെ പോക്കി ഇതെങ്ങനെ റെഡിയാക്കലേ? പുല്ലും പ്രക്കം വാഹൻ. ഇതെങ്ങനെ റെഡിയാക്കലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അല്ലേ? അപ്പൊ നമ്മള് നമുക്ക് മാറിയാണ് ഇങ്ങനെ റെഡി മറ്റൊരു ഇതൊക്കെ പോലെ. അപ്പൊ പെരുന്നാളിന്റെ വീഡിയോ ഞാൻ ഇവിടെ ഒപ്പെത്താൻ വേണ്ടി ഞാൻ ഇരുന്നേക്കണേ. ഇപ്പൊ ഇവളിന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ പെരുന്നാൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെ? ഇപ്പൊ സ്വർണ്ണൊക്കെ നല്ല വിലയാണ്. വില കൂടുതലായതുകൊണ്ട് വാങ്ങിയതാണ്. മോനോ? അപ്പൊ പെരുന്നാൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തൊക്കെ പരിപാടി നോക്കട്ടെ. തിങ്കളാഴ്ച അല്ലേ പോണ്ടി മോനോ? ഇൻഷാ അല്ലാ. ചൊവ്വാഴ്ച. അപ്പൊ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മളെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഒരു സ്ഥലം വരെ പോവാണ്ട് ഇൻഷാ അല്ലാ നോക്കട്ടെ. അപ്പൊ നാളെ ഒരു പുതുപുത്തൻ വീഡിയോ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖും ആരോഗ്യം ആയുസ്സും നൽകട്ടെ എല്ലാവർക്കും. ബൈ ബൈ. പൊന്ന് തെറ്റിപ്പോയിക്കും.